ടിക്കറ്റ് ഫിനാലെ ഏഴാമത്തെ ടാസ്കിന്റെ അപ്ഡേറ്റുകളിലേക്കാണ് പോകുന്നത്. ചവിട്ട് നാടകം എന്നാണ് ടാസ്കിന്റെ പേര്. ആദ്യം തന്നെ ഈ ഒരു ടാസ്ക് ആക്ടിവിറ്റി ഏരിയയിൽ വെച്ച് നടത്തിയത് എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. കാരണം ഇതുപോലത്തെ ഒരു എൻഡ്യൂറൻസ് ടാസ്ക് ഒക്കെ നല്ല വിശാലമായിട്ട് ഗാർഡൻ ഏരിയയിൽ സെറ്റ് ചെയ്യുന്നതായിരുന്നു കുറച്ചുകൂടി ബെറ്റർ എന്ന് എനിക്ക് തോന്നുന്നു. എല്ലാവരും ഒരേ സമയത്ത് തന്നെ ചെയ്യേണ്ട ഒരു ടാസ്ക് ആണ് ഇതുപോലത്തെ ഒരു ടാസ്ക്. ഇതിപ്പോ മാറ്റിപ്പിടിക്കലിന്റെ ഭാഗമായിരിക്കാനാണ് ചാൻസ്. 2 പേര് വീതമാണ് ടാസ്ക് ചെയ്യുന്നത്. ഈ ഒരു ടാസ്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വാസ് എടുത്ത് വെച്ച് സീസോയുടെ അപ്പുറത്തെ സൈഡിൽ വെച്ചിട്ട് സ്റ്റാൻഡിൽ നിന്നിട്ട് ഒരു കാല് വെച്ച് ബാലൻസ് ചെയ്ത് നിൽക്കണം. ഇത് ഈ കാണുന്ന പോലെ. ഇതൊരു എൻഡ്യൂറൻസ് ടാസ്ക് ആയതുകൊണ്ട് തന്നെ മാക്സിമം സമയം ബാലൻസ് ചെയ്ത് നിൽക്കണം. അതാണ് ടാസ്കിന്റെ ഒരു മോട്ടീവ് എന്ന് പറയുന്നത്. വാസ് താഴെ വീണാൽ ഔട്ടാണ്. ആദ്യം നിന്നത് നോറയാണ്. TTF തുടങ്ങിയതിന് ശേഷം നോറ ഇങ്ങനെ ചാടി നിൽക്കുന്നത് പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അത് മനഃപൂർവ്വം നിൽക്കുന്നതാണ്. വെറുതെ ക്യാമറ സ്പേസിന് വേണ്ടിയുള്ള ഒരു അറ്റൻഷൻ സീക്കിംഗ് പരിപാടി ആയിരിക്കാനാണ് സാധ്യത. നോറ ചാടി കയറി ആദ്യം തന്നെ പോകുന്ന കാഴ്ചയായിരുന്നു. നോറയാണ് നിൽക്കുന്നത്. ഇപ്പോഴും നിൽപ്പുണ്ട്. നോറയുടെ അപ്പുറത്തെ സൈഡിൽ നിന്നത് സായിയാണ്. 2 പേരും അരമണിക്കൂർ മുകളിൽ നിന്നു. നോറ ഇപ്പൊ 2 മണിക്കൂർ പിന്നിട്ടിരിക്കുന്നു എന്ന് ബിഗ് ബോസ് പറഞ്ഞു കേട്ടോ. അഭിനന്ദിച്ചു നോറയെ. എന്നിട്ട് സായിയുടെ വാസ് താഴെ പോയി. സായി ഔട്ടായി. നോറ ഇപ്പോഴും ലൈവിൽ അങ്ങനെ തന്നെ നിൽക്കുകയാണ്. ഒരു പുലിക്കുട്ടിയെ പോലെ അത് ബാലൻസ് ചെയ്ത് പിടിച്ച് നിൽപ്പുണ്ട്. എപ്പോ വേണമെങ്കിലും താഴെ പോയേക്കാം എന്ന രീതിയിലാണ് നിൽക്കുന്നത്. നന്ദനയാണ് സായിക്ക് ശേഷം വന്നത്. നന്ദന ഫുൾ പാട്ടൊക്കെ ആയിരുന്നു. യേശുദാസിന്റെ ഗാനങ്ങൾ ഓരോന്നായിട്ട് പാടി വധിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ലൈവിനകത്ത്. കേൾക്കാൻ നല്ല ബോറായിരുന്നു. അപ്പൊ ഇതൊക്കെയാണ് പ്രധാന ലൈവ് അപ്ഡേറ്റുകൾ. ഈ ടാസ്ക് തീരുമ്പോഴത്തേക്ക് ഒരു നേരമാവുമെന്നാണ് കേട്ടോ തോന്നുന്നത്. കാരണം 7 പേര് ടാസ്ക് ചെയ്യാൻ ഇനിയും ബാക്കിയുണ്ട്. ഈ ടാസ്കിന്റെ ഒരു എൻഡ്യൂറൻസ് ലെവൽ അല്ലെങ്കിൽ ഡിഫിക്കൽട്ടിയെ പറ്റി പറയാനാണെങ്കിൽ അത്യാവശ്യം ടഫായിട്ടുള്ള ഒരു ടാസ്ക് തന്നെയാണ് ഇത്. കാണുമ്പോൾ വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ല, പക്ഷെ ചെയ്ത് നോക്കുമ്പോൾ മനസ്സിലാവും കാലിനൊക്കെ നല്ല വേദന എടുക്കുമെന്ന് മാത്രമല്ല തറയിൽ കാല് കുത്തി നടക്കാൻ പറ്റാത്ത ലെവലിൽ സ്പ്രെയിനും കാര്യങ്ങളും ഒക്കെ വരും. അതാണ് ഈ ഒരു ടാസ്കിന്റെ ഒരു മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. പിന്നെ ഇതൊക്കെയാണല്ലോ ടിക്കറ്റ് ഫിനാലെ എന്ന് പറയുന്നത്. ഒന്നും എളുപ്പത്തിൽ കിട്ടുന്ന ഒരു സാധനമൊന്നും അല്ല. സർവൈവ് ചെയ്ത് നേടിയെടുക്കുക എന്നുള്ളതാണല്ലോ. ഇപ്പൊ കഴിഞ്ഞ വർഷം കൊടുത്തവന്റെ കുതിരയുടെ ടാസ്ക് ഒക്കെ നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. എല്ലാ സീസണിലും ടിക്കറ്റ് ഫിനാലെ നല്ല ഡിഫിക്കൽട്ടി ഉള്ള പരിപാടി തന്നെയാണ്. എളുപ്പമുള്ള ഒരു ടിക്കറ്റ് ഫിനാലെ പോലും ഉണ്ടായിട്ടില്ല ഇതുവരെ. അപ്പൊ ഇത്രയുമായിരുന്നു പ്രധാന ലൈവ് അപ്ഡേറ്റുകൾ. കൂടുതൽ അപ്ഡേറ്റുകളുമായിട്ട് വീണ്ടും കാണാം.